ഇന്നും ചെറുപ്പമായിരിക്കാൻ പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഒരു ട്രഡീഷണൽ സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു ട്രഡീഷണൽ ബാത്ത് ആണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിറയെ പേരുടെ ഡൗട്ട്സ് ആണ്. നലങ്ക് മാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഹെയർ വാഷ് പൗഡർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഹെയർ പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ് എങ്ങനെയാണ് അതിന് മുന്നേ ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഒരു ദിവസത്തെ സ്കിൻ കെയർ റൊട്ടീനാണ്. അതായത് ഈ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. എങ്ങനെയാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ആൻറ്റി ഏജിങ് ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഹെയർ പാക്ക് എങ്ങനെയാണ് ഇടുന്നത്, ഹെയർ വാഷ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫേസ് പാക്ക് എങ്ങനെയാണ് ഇടുന്നത്, നലങ്ക് മാവ് ഫേസ് പാക്ക് എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ബാത്തിലേക്ക് നോക്കാം. ഇത് ഹെയർ ഓയിൽ ആണ്, നമ്മുടെ ആംല ഹെർബൽ ഹെയർ ഓയിൽ. ഇത് നമ്മുടെ സ്റ്റോറിൽ തന്നെയുള്ള ആന്റി ഏജിങ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഹെയർ പാക്ക് ആണ്. ഹെയറിലേക്കുള്ള 12 ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെർബൽ ഹെയർ പാക്ക് ആണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന നലങ്ക് മാവാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഹെയർ വാഷ് പൗഡർ ആണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹെർബൽ ബാത്തിന്റെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഹെർബൽ സ്കിൻ കെയർ എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് മുടി നന്നായിട്ട് കോതി ചെടയൊന്നും ഇല്ലാതെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിൽ ഇടുക എന്നുള്ളതാണ്. ആംല ഹെയർ ഓയിൽ ആണിത്. നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ഇതിന്റെ വീഡിയോ. ഇത് നമ്മുടെ സ്റ്റോറിൽ ലഭ്യമാണ്. വേണമെങ്കിൽ ഞാനൊരു നമ്പർ തരാം, അതിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ. നന്നായിട്ട് മസാജ് ചെയ്യുക. ആദ്യം ഉച്ചിയിലാണ് ഞാൻ എണ്ണ വെക്കുന്നത്, കാരണം ദേഹത്തിന്റെ ചൂട് ഉച്ചിയിലോട്ട് വന്ന് തലയ്ക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തലയുടെ എല്ലാ ഭാഗത്തും മുടി നന്നായിട്ട് വകന്ന് മാറ്റി നമ്മുടെ സ്കാൾപ്പിലേക്കാണ് നമ്മൾ എണ്ണ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലാതെ മുടിയിലേക്കല്ല. മുടിയിലേക്കും ചെയ്യണം, അത് മുടി ഫ്രിസി ആവാതിരിക്കാൻ വേണ്ടിയാണ്. ചെടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മുടിയിൽ എണ്ണ ഇടുന്നത്. നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട്, നെയിലൊന്നും വെച്ച് ചൊറിയരുത് സ്കാൽപ്പ്, നമ്മുടെ തലയോട്ടിയുടെ ചർമ്മം നന്നായിട്ട് തലയുടെ എല്ലാ ഭാഗവും പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നന്നായിട്ട് എണ്ണ മസാജ് ചെയ്ത് തേച്ചിട്ട് മുടിയിലേക്കും കൂടെ തേക്കുക. അത് നമ്മളുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കാനും മുടി ഫ്രിസി ആകാതിരിക്കാനുമാണ്. അറ്റത്തും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് സൈഡിലും വളരെ കാമായിട്ട് സമയമെടുത്ത് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഓയിൽ മസാജ് കഴിഞ്ഞ് മുടി ഇങ്ങനെ മേളിലോട്ട് കെട്ടി വെക്കുന്നതും വളരെ നല്ലതാണ്. സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഇങ്ങനെ മുടി കെട്ടിവെച്ച് രാത്രിയിൽ ഉറങ്ങുന്നതും മുടി വളരാൻ നല്ലതാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ആന്റി ഏജിങ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ മസാജ് ചെയ്യുകയാണ് നമ്മുടെ ഫേസിൽ. കവിളിന്റെ രണ്ട് സൈഡിലും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. ഇത് സ്മൈൽ ലൈൻസ് വീഴുന്ന ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്യുന്നതാണ്. എല്ലായിടത്തും അപ്വേർഡ് ഡയറക്ഷനിൽ, മേളിലോട്ടുള്ള ഡയറക്ഷനിൽ മാത്രം മസാജ് ചെയ്യുക. കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ട് കണ്ണിനടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മസാജ് ചെയ്യുമ്പോൾ വളരെ ക്വയറ്റായിട്ട് കാമായിട്ട് സമയമെടുത്ത് തന്നെ മസാജ് ചെയ്യണം. അർജന്റ് ആയിട്ട് പോയി ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ അതുപോലെ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. ഇത് നമ്മുടെ ജോ ലൈൻസ് തെളിഞ്ഞു വരുന്നതിനും താടിയുടെ അടിയിൽ നമുക്ക് ദശ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. നെറ്റി എപ്പോഴും രണ്ട് സൈഡിലേക്ക് മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ. നെറ്റിയിൽ വരുന്ന ഫൈൻ ലൈൻസും ചുളിവുകളും അതുപോലെ വരകളും ഒക്കെ മാറാൻ അങ്ങനെ ചെയ്യുന്നത്. കണ്ണിതുപോലെ പതുക്കെ വളരെ പ്രഷർ ഇല്ലാതെ രണ്ട് കണ്ണും ഇതുപോലെ സർക്കുലർ ആയിട്ട് മസാജ് ചെയ്യുന്ന വളരെ നല്ലതാണ്. ഫേസ് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ ആയിട്ട് രണ്ട് സൈഡിലും രണ്ട് കൈ കൊണ്ടും ഒരു 3 മിനിറ്റ്, എല്ലാം ഒരു 3 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. എല്ലാ കവളിന് താടിക്കെല്ലാം 3 മിനിറ്റ് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ലിപ്സ് താഴോട്ട്
സ്മൈൽ ചിലപ്പോൾ സോറോ ഫേസ് ഇല്ലേ സ്മൈലിയുടെ അതുപോലെ ആകുന്നത് മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ മസാജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴുത്ത് ഇതുപോലെ മസാജ് ചെയ്യുമ്പോൾ താടിയുടെ അടിയിൽ വന്നിരിക്കുന്ന ഡബിൾ ചിന്നിന്റെ ദശയും കൊഴുപ്പും എല്ലാം താഴോട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ ഹെയർ പാക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചിട്ടാണ് ഇന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ മുടിയും സ്കാൾപ്പിലേക്ക് കിട്ടുന്നത് പോലെ വകർന്ന് വേണം നമ്മൾ ഇത് ഹെയർ പാക്ക് തേക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും, ഒരു 5-6 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം ഇതിനു വേണ്ടി. ടോട്ടൽ നമ്മളുടെ ഈ ഹെർബൽ ട്രഡീഷണൽ ബാത്തിന് വേണ്ടി 30 മിനിറ്റ്സ് ആകും. ബട്ട് അത് വളരെ നല്ലതാണ്. ഞാൻ കുളിക്കുന്ന വെള്ളം ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളമാണ്. അതിലേക്ക് ഞാൻ നമ്മുടെ ലെമൺ ഗ്രാസ് ഓയിലും റോസ്മേരി ഓയിലും ഒക്കെ ഇട്ടാണ് കുളിക്കുന്നത്. വളരെ സൂത്തിങ് ആണ് ഇങ്ങനെ ചെയ്തിട്ട് കുളിച്ചാൽ. ഹെർബൽ ഹെയർ പാക്ക് നമുക്ക് മുടിയിലേക്ക് നല്ലൊരു ബ്രൗൺ കളർ തരാൻ, നരച്ച മുടിക്ക് നല്ലൊരു ബ്രൗണിഷ് കളർ തരാനായിട്ട്, ഗോൾഡൻ ബ്രൗൺ കളർ തരാൻ നമുക്ക് സഹായിക്കുന്നതാണ്. ആ കളർ വാഷ് ഔട്ട് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഹെർബൽ ഹെയർ വാഷ് പൗഡർ സഹായിക്കും. ഷാമ്പു ഇടുമ്പോൾ അത് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് പോയി വീണ്ടും വൈറ്റ് കളർ മുടിയായിട്ട് മാറും. ഇങ്ങനെ മുടി മേലോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫേസിലുള്ള ഓയിൽ വാഷ് ചെയ്ത് കളയാം. ഇതെല്ലാം കഴിയുമ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരിക്കും. ഫേസ് നന്നായിട്ട് ഓയിൽ ഇല്ലാത്ത പോലെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ കൊണ്ട് ഫേസ് ഒന്ന് ഒപ്പി തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫേസ് പാക്ക്, നലങ്ക് മാവ് പാക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ 2 സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൊണ്ടാണ് ഇന്ന് നലങ്ക് മാവ് മിക്സ് ചെയ്തിരിക്കുന്നത്. മിക്സ് ചെയ്ത നലങ്ക് മാവ് നമ്മളുടെ ക്ലീൻ ചെയ്ത ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒരേപോലെ ഉണ്ട്, അത് കിട്ടുന്നുണ്ട് എന്നുറപ്പുവരുത്തുക. അണ്ടർ ഐ, മൂക്കിന്റെ സൈഡ്, നെറ്റി, ഫൈൻ ലൈൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കഴുത്തിലിടാൻ ഒരിക്കലും മറക്കരുത്. കഴുത്തിലിടുക. ഫുൾ ബോഡിയിലും ഇട്ടാണ് നമ്മൾ ഇന്ന് കുളിക്കുന്നത്. കയ്യിലെ കാലിലെ ഫുൾ ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അത്രയും നലങ്ക് മാവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം വെജിറ്റബിൾ ഗ്ലിസറിനും റോസ് വാട്ടറും വെച്ച് മിക്സ് ചെയ്താൽ അടുത്ത ദിവസം കൊഴുത്ത കഞ്ഞി വെള്ളം വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം വെച്ച് മിക്സ് ചെയ്യാം. നമ്മൾ നിറയെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യൂ. ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് മാത്രമേ ഞാൻ കുളിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ ഗ്രാസിന്റെ ഓയിലും റോസ്മരി ഓയിലും ഒക്കെ ഇട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. ഇത് നമ്മുടെ ഹെർബൽ ഹെയർ വാഷ് ആണ്. ആദ്യം തന്നെ നമ്മുടെ ഹെയർ പാക്കിനെ ഒന്ന് ചെറുതായിട്ട് വെറ്റ് ചെയ്ത് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട്. തല ഒന്ന് നനച്ച ശേഷം നന്നായിട്ട് നമ്മുടെ ഹെയർ പാക്ക് തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. താരനെ മാറ്റാനും തലയോട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ വാഷ് പൗഡർ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാം, അതായിരിക്കും സേഫ്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ട് തന്നെ തലയെ ഉണങ്ങാൻ വിടുക. ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും കെയർ എടുത്ത് ഡ്രയർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മുടിയുടെ ആരോഗ്യം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകുന്ന പോലെ കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഫേസ് പാക്കിലേക്ക് ഇന്ന് റോസ് വാട്ടർ ഗ്ലിസറിൻ വെച്ചാണ് മിക്സ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം മിൽക്ക് വെച്ചായിരിക്കും മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം വെച്ചായിരിക്കും മിക്സ് ചെയ്യുക. സോ ഇതിനൊക്കെയും സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്കൊക്കെ പോകാനും ഡാർക്ക് സ്പോട്ടുകളൊക്കെ പോകാനും നമ്മൾക്കൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള യുവത്വം തരുന്ന ചർമ്മം തരാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനെല്ലാം ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.